നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്യാം. ചേട്ടന്റെ അഭിനയത്തിനെ പറ്റിയിട്ടായിരുന്നു തോന്നുന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചേട്ടനെ ഞങ്ങൾ ആക്ച്വലി വിളിക്കുമ്പോ ഇവിടെ നാടകത്തിന്റെ എന്തൊക്കെയോ പ്രാക്ടീസസ് ഒക്കെ കഴിഞ്ഞില്ലേ, രാത്രിയൊക്കെ നാടകത്തിന്റെ പ്രാക്ടീസ് ആണെന്നൊക്കെ അറിഞ്ഞായിരുന്നു. എന്തായിരുന്നു സംഭവം? ഇവിടെ ഒരു തിരുനാളോടനുബന്ധിച്ച് വലിയൊരു നാടകം നടക്കുന്നുണ്ട്. ആ നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട റോള് ഞാനാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഹേഴ്സൽ ക്യാമ്പിലായിരുന്നു. തന്നെയല്ല, ഇപ്പൊ കലോത്സവങ്ങൾ നടക്കുകയാണല്ലോ. എൻ്റെ സ്കൂളിലെ തന്നെ 2 നാടകവും ഞാൻ തന്നെയാണ് രചനയും സംവിധാനവും. പിന്നെ പിള്ളേരെ മോണായിട്ട് മിമിക്രി, ഇപ്പം സാധാരണ പുറത്തുനിന്ന് വിളിക്കണമെങ്കിൽ ഒത്തിരി തുക മുടക്കണം മറ്റ് സ്കൂളുകാർക്കൊക്കെ ആണെങ്കിലും. പക്ഷെ എനിക്ക് എൻ്റെ സ്കൂളിലെ ഒരു രൂപ പോലും മുടക്കില്ല. ഞാൻ തന്നെ പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ സമ്മാനങ്ങൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കലോത്സവ വേദികളിൽ കൂടിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നാടകത്തിൻ്റെ ആ തിരക്കുകളിലൊക്കെ ആയിരുന്നു. എല്ലായിടത്തും സന്തോഷം കണ്ടെത്തുക. ഓക്കെ, ആൽബക്കുഞ്ഞിന് അഭിനയവും ഇതൊന്നും താല്പര്യമില്ല? ഇല്ല ഇല്ല ഇല്ല. എന്താ ഇഷ്ടം? എനിക്ക് കളി, ഫുട്ബോള്, സ്പോർട്സ് ആണല്ലേ താല്പര്യം? അല്ല, പക്ഷെ ഇവിടെ ഭയങ്കര സിനിമ ഡയലോഗൊക്കെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കണല്ലോ. മെസ്സിക്ക് വേണ്ടി എന്തും ചെയ്യും. മെസ്സിക്ക് ഒരു പഞ്ച് കിട്ടാൻ. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെ കളിയാക്കുന്നതാണ്. ഇന്ത്യയുടെ അഭിമാനം ലയണൽ മെസ്സി. മെസ്സിയുടെ കട്ട ഫാനാണ് ഞാൻ. ഞങ്ങൾ ക്ലാസ്സിലെ ഫുൾ മെസ്സി ഫാൻസ് ആണ്. റൊണാൾഡോ ഒന്നും കൊള്ളത്തില്ല, എന്നാലും മെസ്സി തന്നെയാണ് പൊളി. റൊണാൾഡോ കൊള്ളത്തില്ലെന്നാണോ? എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പം ക്ലാസ്സിൽ ഇപ്പം ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു തവണ ചെല്ലുമല്ലോ. ഇപ്പം എല്ലാരും അച്ഛൻ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന് മുമ്പേ? പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കട്ട ഫാൻസ് ആണ്. ആർക്കും നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അച്ഛന്റെ കൂടെ ഇങ്ങനെ ഫുൾ ടൈം നടക്കുന്നത് കൊണ്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നെ കൊണ്ടുപോകണം എന്ന് പറയുമോ, അതോ അച്ഛനായിട്ട് തന്നെ കൊണ്ടുപോയതാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകണമെന്ന്. അച്ഛൻ പണ്ട് എങ്ങനെയാണോ എപ്പോഴും ഭയങ്കര ഹാപ്പി, അടിക്കത്തും മഴക്കുറത്തൊന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല? ചേട്ടന് ഇങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ പഠിച്ചേ? സിമ്പിളായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ നമ്മളെങ്ങനെ ആക്കിയെടുത്തു. പക്ഷെ ആ ഒരു പോയിന്റിൽ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കതിനകത്ത് വലിയ മിതമായിട്ടുള്ളൊരു ദുഃഖമോ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഞാനിപ്പോഴും ഹാപ്പിയാണ്. ഇപ്പൊ നമ്മള് ഫേസ്ബുക്കില് വീഡിയോ ഇടുന്ന സമയത്ത് ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലേക്ക് ആയപ്പോ ചേച്ചി അത്ര ആക്റ്റീവ് അല്ല, ചേട്ടനും മോനും മാത്രമേ ഉള്ളൂ. അതെന്താ പറ്റിയേ? ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും രണ്ട് രീതികളാണല്ലോ. ഫേസ്ബുക്കിൽ നമുക്ക് ഒത്തിരി മുതിർന്ന ആൾക്കാരുടെ ഒരു ലോകമാണ്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങളിങ്ങനെ സമയം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ കൂടുതലും പിള്ളേര് കൗമാരക്കാർ തൊട്ട് അങ്ങോട്ടുള്ള പിള്ളേരൊക്കെ ആണല്ലോ. കൂടുതലായിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ അതങ്ങ് ഒതുങ്ങുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ അത്യാവശ്യ കുടുംബത്തിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ആശംസ പറയുന്നത്. ചേട്ടന് പിന്നീട് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഈ ലിയോ തദേവ്സ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാലായിൽ വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കോളേജ് പിള്ളേർക്കായിട്ട്. പക്ഷേ ആ പ്രോഗ്രാമിൽ അവർക്കൊരു പിശാചിൻ്റെ റോള് കളിക്കാൻ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവൻ അനേകം പേരെ ഇൻ്റർവ്യൂകളൊക്കെ നടത്തി. പക്ഷേ അവരുടെ ആ കഥാപാത്രം അവരുടെ രീതിക്കൊത്ത് ഒക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനന്ന് ഇതിലൂടെ പറമ്പിപ്പണിയും സംഗീതമായിട്ട് നടക്കുക. അപ്പം ആരോ എന്നെ പരിചയമുള്ള ഒരാൾ ഈ ലിയോയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ പണിസ്ഥലത്ത് വന്ന് വിളിച്ച് ഇങ്ങനെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു ഇദ്ദേഹം പറഞ്ഞ ഒരു 2 ഭാഗം ഈ മാലാഖമാരുടെ അടുത്തേക്ക് ഒരു ചെകുത്താൻ പറന്നിറങ്ങുന്ന സീനായിരുന്നു. പക്ഷെ അത് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന ആൾക്കാർ വളരെ പേടിച്ചു. കാരണം നമ്മുടെ ഈ പല്ലും മുഖവും ഒരു ചിരിയെല്ലാം കൂടെ എപ്പോഴത്തേനും ആൾക്കാർക്ക് കൈയും കാലും എല്ലാം കൂടെ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ത്രില്ലായി. പുള്ളി പറഞ്ഞ് അങ്ങനെ ഓക്കെ നീ തന്നെ മതി എന്ന് പറഞ്ഞ് എന്നെ ഇതിനടുത്ത് അഭിനയിച്ചു. അങ്ങനെ ഈ നാടകം അരങ്ങേറി അവസാന ഭാഗമൊക്കെ ആയപ്പോഴത്തേനും പിശാചിൻ്റെ വരവായി. അപ്പോഴത്തേനും ഓഡിയൻസ് പിള്ളേരെല്ലാം കിടന്ന് ഭയങ്കര കാർച്ചയും ബഹളമൊക്കെ. അത് നല്ല വേഷവിധാനമാണ്. പക്ഷേ അഭിനയത്തിലൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു.
പക്ഷെ അവസാനം അങ്ങനെ ഈ പിശാച് സ്റ്റേജിൽ നിന്നും വീണ ഈ മാലാഖമാരുടെ നടുക്കോട്ട് വീണ മാലാഖമാരുടെ പ്രകാശമായിട്ട് ഈ പിശാച് ശേഷി നശിക്കുന്ന കാണിക്കണ്ട. പക്ഷേ ഈ സ്റ്റേജിലേക്ക് നിന്ന് ചാടിയ സമയത്ത് വലിയൊരു 2-3 പലകയുടെ പൊക്കത്ത് ചാടണമായിരുന്നു. ഈ ചാടിയ സമയത്ത് ഈ ഇടത് കൈ എന്ന് അടിച്ചു, ഒരു പലകെട്ട് അടിച്ച പോലെ ഈ ഉരത്തിൻ്റെ അവിടെ നിന്ന് ഈ കുഴയിൽ നിന്ന് ഈ കൈ ഊരിയ പോലെ കിടന്നു. സ്റ്റേജിലേക്ക് വന്ന് അത് ശരിക്കും വീണത് ഈ വവ്വാലെ കിടക്കുന്നവർ ഇങ്ങനെ കമന്ന് നിലം പറ്റി ഇങ്ങനെ കിടന്നു. പക്ഷെ ആ കിടപ്പ് എല്ലാവർക്കും ഭയങ്കര കൈയടിയായിരുന്നു. അതായത് പിശാച് ഒരിക്കലും അങ്ങനെ കിടക്കാൻ പറ്റുന്ന നിലം പറ്റി തന്നെ കിടക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവരും അഭിനന്ദിക്കാൻ വിളിച്ചപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കും. ശരിക്കും ആ വീണ സമയത്ത് തന്നെ ബോധം പോയായിരുന്നു. പിന്നീട് എല്ലാവരും വന്ന് വിളിച്ചു. അന്നേരം പിന്നെ മറിച്ചിട്ടപ്പോഴാണ് അറിയുന്ന ആൾക്ക് ബോധം പോയത്. അങ്ങനെ അവരുടെ ആംബുലൻസിനെടുത്ത് ആശുപത്രിയിലെത്തി കൈയുടെ കുഴയെല്ലാം ശരിക്കും ഊരിപ്പോയായിരുന്നു മാസങ്ങളോളം. അപ്പം വീട്ടിലെ സ്ഥിതി ഇതാവുക, കാരണം ഞാൻ പണിക്ക് പോയാലേ വീട് മുന്നോട്ട് പോകുള്ളായിരുന്നു. കയ്യാലപ്പണിയും മേശരിപ്പണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ ഇതറിഞ്ഞ് വിഷമം തോന്നി. അദ്ദേഹം എന്നെ കണ്ട് പൈസയൊക്കെ തന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് 2 സിനിമ അദ്ദേഹം ഇറക്കിയത്, ഒരു സിനിമയിലേക്ക് എന്നെ അതിനകത്ത് റോള്. പക്ഷേ എനിക്കന്ന് ഈ കൈക്കയുടെ പ്രശ്നം പിന്നെ ഉണ്ടായിട്ട് പിന്നെ പോകാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ അദ്ദേഹമായിട്ട് പലപ്പോഴും ബന്ധങ്ങൾ അതൊരു വലിയൊരു അവസരവും ചാൻസും ആയിരുന്നു. അപ്പം ആ സമയമൊക്കെ എങ്ങനെയാ ചേട്ടൻ സർവൈവ് ചെയ്തത്? ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തോ ചേട്ടൻ മാത്രമല്ല ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നത്, ഞാൻ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ ആ 1 മാസക്കാലം പിന്നെ ഈ നാടകക്കാരെല്ലാം കൂടി വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്ത ഏരിയയിലെല്ലാം ഏറ്റവും കൂടുതൽ പണിക്ക് പോകുന്ന ആളായിരുന്നു. പറമ്പിപ്പണി മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ അന്ന് ഈ പശുക്കളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഈ ചാണകം കോരുക എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. ഈ ഡിസംബർ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ചാണകക്കുഴി നിറഞ്ഞു കിടക്കും. പക്ഷെ അത് കോരാൻ ചില ആൾക്കാർ പണിക്കാരെ ഒന്നും കിട്ടാറില്ല, പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വിളിക്കാറുള്ളൂ. പക്ഷെ ഇത്തരം പണികൾ ഞാനായിരുന്നു ഈ ഏരിയയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് രാവിലെ നമ്മൾ ചാണകക്കുഴിക്കകത്ത് ഇറങ്ങി വൈകുന്നേരം വരെ ഈ ചാണകത്തെ കുഴിയുടെ അകത്താണ്. അപ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. പലരും അപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മേത്തുനിന്ന് ഈ മണം പോകാറുള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് 600-700 രൂപയ്ക്ക് ഉടമ്പടി നമ്മൾ പിടിക്കുവാണെങ്കിൽ പലരും ഇങ്ങനെ അന്വേഷിച്ച് വരാറുണ്ട് ഈ ചാണകം. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ ഈ വീടിൻ്റെ പുറമ്പോക്കുകളിൽ അല്ലാതെ ആരും ഉപേക്ഷിക്കപ്പെട്ട ചില പണികളുണ്ടല്ലോ ഈ ചെയ്യുന്ന, ഞാൻ പറഞ്ഞ അതിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞാൻ ഇതിങ്ങനെ ചെയ്തു, നല്ല രീതി ഈ പണി ചെയ്തു. ആ പണി ചെയ്തിങ്ങനെ ഒരു ദിവസം ഒരിടത്ത് ചാണകം കോരിട്ടിങ്ങനെ പള്ളിമുറ്റത്ത് വന്ന് കുറേ നേരം ഇങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ മണമെല്ലാം പോയി കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അന്നുണ്ടായിരുന്നൊരു അച്ഛൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അപ്പോൾ ഇന്നും രാവിലെ പള്ളിമുറ്റത്ത് വന്നു, കുർബാന കൂടി വൈകിട്ട് പള്ളിമുറ്റത്തോടെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അച്ഛൻ അങ്ങനെ കണ്ടപ്പോൾ ഒരു സഹതാപം ഓരോ തോന്നി. അച്ഛൻ ഇടപെട്ടാണ് ഈ ഒരു ജോലി വാങ്ങിച്ചു തന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ചാണകം കോരുന്നതൊക്കെ ആരും ചെയ്യാത്തതല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കോവിഡ് സംബന്ധമായ കാലത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ സംഭവിച്ചത് ഈ പ്രദേശത്തായിരുന്നു. ഈ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12ഓളം കോവിഡ് രോഗികളെ ബോഡി എടുത്ത് സംസ്കരിക്കുന്ന ഒരു ചുമതല ഏൽക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായി, നാട്ടിൽ നിന്ന് എതിർപ്പുണ്ടായി. പക്ഷേ ഞാൻ സ്വയമേ ഏറ്റെടുത്ത് അങ്ങനെ ഈ കോവിഡ് കാലത്ത് 12 മൃതസംസ്കാരം അതിന് നേതൃത്വം കൊടുത്തത് ഞാനായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ബോഡി എടുത്തുകൊണ്ട് വന്ന് അതാ പറഞ്ഞത്. അതല്ല, എന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്ന് പോലും വിലക്കുകളുണ്ടായിരുന്നു. കാരണം ഇത്രയും പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്, വീട്ടിലെ ഭാര്യ മക്കൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഭാര്യയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായൊരു സപ്പോർട്ടാണ്.